ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് iPhone 17 സീരീസിൻ്റെ ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. ഓൾറെഡി നിങ്ങൾ ഈ ഒരു ഡിവൈസിൻ്റെ ലീക്സ് ആൻഡ് റൂമേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഡിവൈസ് സെപ്റ്റംബർ 9 ലോഞ്ച് ആകാൻ പോകുന്നത്. സോ അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഡിവൈസിൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഡിവൈസിൻ്റെ ലീക്സ് ആൻഡ് റൂമേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങളെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ ഇത് എൻ്റെ iPhone 12 mini ആണ്. സോ ഈ ഒരു ഡിവൈസിലാണ് ജസ്റ്റ് ഒരു പിക്ചർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിവൈസിൻ്റെ ബാക്ക് പാനലൊന്ന് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കെന്തായാലും നേരെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഈ ഒരു 17 സീരീസിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട്. നമുക്കെന്തായാലും ഡീറ്റെയിൽ വൈസ് ആയിട്ട് ഓരോ ചേഞ്ചിലോട്ടും പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഡിസൈൻ വൈസ് ആണ്. സോ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഇമേജും വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഡിസൈനിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ക്യാമറ ബമ്പ് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ലാർജറായിട്ടാണ് വന്നിട്ടുള്ളത്. സ്ലൈറ്റ്ലി അല്ല, ആ ഒരു ഫ്രെയിം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റും അതേപോലെ തന്നെ മൈക്രോഫോണും ലേഡർ സെൻസറും ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഡിസൈനിനോട് എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഡിസൈന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടൊരു ഒപ്പീനിയനാണ്. കാരണം നിങ്ങളാണ് ഈ ഒരു ഡിവൈസ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആൾക്കാർ. ഇപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ തീർച്ചയായിട്ടും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. സോ നമ്മൾ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഡിവൈസിന് ഈ ഒരു ഡിസൈനിൽ ഒരുപാട് ആളുകൾ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് ഇതിനു മുമ്പേ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഇതിനു മുമ്പേ ഉള്ള ആ ഒരു ഡിസൈനാണ് കൂടുതലും ഇഷ്ടമുണ്ടായിരുന്നത്. ഈ ഒരു ഡിസൈന് അത്ര വലിയൊരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇതവർ പറയുന്നത് ടെലിഫോട്ടോ ലെൻസ് 48 MB മെഗാ പിക്സൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ സ്മൂത്താകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ്. ബട്ട് എന്നാലും ഈ ഒരു ഡിസൈന് ഇതിനു മുമ്പത്തെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേ. അതോടൊപ്പം തന്നെ ഡിസൈനിൽ 1-2 ചേഞ്ച് കൂടെ വരുന്നുണ്ട്. ഈ ഒരു ബിൽഡ് വരുന്നത് അലുമിനിയം ഫ്രെയിം തന്നെയാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ടൈറ്റാനിയം റീപ്ലേസ് ചെയ്ത് വീണ്ടും ആപ്പിൾ അലുമിനിയത്തേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലോഗോൻ്റെ ചേഞ്ച്, അതായത് പ്രോ മാക്സ് ഡിവൈസുകളിൽ ഇതിൻ്റെ ആ ഒരു മാക്സൈഫിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗോൻ്റെ ഒരു ഇതിൽ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ലീക്കിൽ വരുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് എന്നാലും ഈ ഒരു കാര്യം വരുന്നുള്ളൊരു കാര്യം ലീക്കായിട്ട് തന്നെ നമ്മളെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഡിവൈസ് കുറച്ചും കൂടി തിക്കാകാൻ പോകുക എന്നുള്ളൊരു കാര്യം. കാരണം ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ആപ്പിൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് കുറച്ചും കൂടെ തിക്നെസ് ആവും എന്നുള്ളൊരു കാര്യം, അതായത് കുറച്ചും കൂടി ഹെവി ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി ലീക്കിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ഡിസ്പ്ലേട്ട് പോകുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന 17 സീരീസിൻ്റെ എല്ലാ മോഡൽസും, അതായത് iPhone 17 ബേസ് മോഡൽ, അതേപോലെ തന്നെ എയർ 17 Pro 17 Pro Max, ഈ 2 ഡിവൈസിലായിരിക്കും പ്രോ സെഗ്മെൻറ്റിൽ വരാൻ പോകുന്നത്. സോ ഈ ഡിവൈസുകൾക്കൊക്കെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആയിരിക്കും ആപ്പിൾ കൊടുക്കാനായിട്ട് പോകുന്നത്. സോ അതും ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് എന്നുള്ള ഒരു ഫീച്ചറും കൂടെ ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ 120 Hz എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഡിവൈസുകൾക്ക് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം കൂടി ലീക്സിൽ വരുന്നുണ്ട്. 120 Hz കൊടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ അത് നമുക്ക് ഈ ഒരു ഡിവൈസിലെ നോൺ പ്രോ മോഡൽസിൽ iPhone 17 അതേപോലെ തന്നെ എയർ എന്ന് പറയുന്ന പുതിയ മോഡൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആൻഡ്രോയിഡ് OS ആയിട്ടല്ല ആൻഡ്രോയിഡ് ഡിവൈസായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല എന്ന് എസ്പെഷ്യലി ഞാൻ പറയണം. കാരണം ഇതൊക്കെ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആ ഒരു ഡിവൈസിലൊക്കെ വന്ന കാര്യങ്ങൾ തന്നെയാണ്. ഐഫോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു ചേഞ്ചാണ്. നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ഡിവൈസിലൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അത് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഡിവൈസുകളൊന്നും ആൻഡ്രോയിഡായിട്ട് കമ്പയർ ചെയ്യാൻ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ വന്നാൽ ഇപ്പോൾ 7000 mAh ബാറ്ററിക്ക് വരുന്ന ഡിവൈസുകളുണ്ട്. സോ അതൊന്നും നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അടുത്ത് ക്യാമറേൻ്റെ ഒരു ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഡിസൈൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിസൈൻ്റെ ക്യാമറ ബമ്പ് ഒരു ചേഞ്ച് ആയിട്ട് തന്നെ വരുന്നത്. ഇതിൻ്റെ ആ ഒരു ഫ്രെയിം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടിയും ലാർജറായിട്ടുള്ള ഒരു ക്യാമറ ബമ്പായിരിക്കും വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ടെലിഫോട്ടോ അഡീഷണലി 48 MB മെഗാ പിക്സലിൻ്റെ ഒരു ലെൻസ് ആപ്പിൾ പ്രോയും പ്രോ മാക്സ് ഡിവൈസുകളും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെൽഫി ക്യാമറയിൽ എല്ലാ ഡിവൈസുകൾക്കും 24 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ കൊടുക്കുന്നുണ്ട്. 8K വീഡിയോസ് വരുന്നുണ്ട് പറയുന്നുണ്ട്. അത് ഏത് മോഡലാണെന്നുള്ളൊരു കാര്യം കൺഫേം അല്ല. ബട്ട് 8K നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറും കൊടുക്കുന്നുണ്ട് എന്ന് നമ്മുടെ ലീക്സ് ആൻഡ് റൂമേഴ്സിലും കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഡിവൈസ്
ലോഞ്ചായി ഈ ഒരു കാര്യങ്ങളൊക്കെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കൺഫേം ആണ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റുക. ബട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ക്യാമറയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ചേഞ്ച് ആപ്പിൾ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു അപ്ഗ്രേഡേഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഡിവൈസിൻ്റെ ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ആപ്പിൾ ഇപ്രാവശ്യം കൊടുക്കാൻ പോകുന്നത്. അത് എന്തായാലും പ്രോ മാക്സ് ഡിവൈസിലായിരിക്കും. എന്നാലും ഈ ഒരു 5000 mAh ബാറ്ററി എന്ന് പറയുന്നത് അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പേഴ്സണലി ഞാൻ പറയുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ഡിവൈസുകളിൽ അത്ര മോശമുള്ളൊരു ബാറ്ററി ബാക്കപ്പ് ഒന്നും അല്ല. ബട്ട് എന്നാലും അതിനേക്കാൾ നല്ല ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ചേഞ്ച് തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസായിട്ട് കമ്പയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം 5000 mAh ബാറ്ററിയൊക്കെ ഒരുപാട് 1-2 വർഷം മുമ്പ് തന്നെ ഇറങ്ങിയ ആൻഡ്രോയിഡ് ഡിവൈസുകൾ ഉണ്ടായിരിക്കും. ബട്ട് ഐഫോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു 5000 mAh ബാറ്ററി എന്ന് പറയുന്നത് അത് നല്ലൊരു ഡിഫറൻസ് തന്നെയാണ്, നല്ലൊരു ചേഞ്ച് തന്നെയാണ്, നല്ലൊരു അപ്ഗ്രേഡേഷൻ തന്നെയാണ്. സോ ആ ഒരു കാര്യം നമുക്ക് ഇപ്രാവശ്യം ഇറങ്ങുന്ന ഡിവൈസുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് ചിപ്സെറ്റിലാണ്. ആപ്പിളിൻ്റെ ഇനി വരാൻ പോകുന്ന ലേറ്റസ്റ്റ് ചിപ്പായിരിക്കും A19 എന്ന് പറയുന്ന ഒരു ചിപ്പ്. A19 ചിപ്സെറ്റ് നമുക്ക് ബേസ് മോഡലായിട്ടുള്ള ഐഫോൺ 17ലും അതേപോലെ തന്നെ എയറിലും 17 എയർ എന്ന് പറയുന്ന ഡിവൈസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്രോ ഡിവൈസുകളിൽ നമുക്ക് A19 Pro എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇത് ആപ്പിൾ എല്ലാ ഡിവൈസുകളും അവരുടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസുകൾക്ക് ലേറ്റസ്റ്റ് ചിപ്സ് കൊടുക്കുന്ന പോലെ തന്നെ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഈ ഒരു സീരീസിലും ഉണ്ടാവുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ലാണ്ടിറങ്ങിയ ലാസ്റ്റത്തെ ഒരു സീരീസ് ആയിരുന്നു ഐഫോൺ 13 സീരീസ്. എല്ലാ മോഡൽസിനും സെയിം ചിപ്സെറ്റ് ആയിരുന്നു. ബട്ട് അതിനുശേഷം ഇറങ്ങിയ ഡിവൈസിലൊക്കെ അവരിങ്ങനെ ചേഞ്ച് കൊടുത്ത് വന്നിട്ടുണ്ട്. ഇത് കാര്യമുള്ളൊരു കാര്യമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഡിവൈസുകളൊക്കെ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൊടുക്കുക എന്നല്ലാണ്ട് ഇതിലൊക്കെ വലിയൊരു ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇല്ല എന്ന് തന്നെ പറയാം. ബട്ട് എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ആപ്പിൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വരുന്ന ഡിവൈസിൽ കണ്ടറിഞ്ഞ് തന്നെ നോക്കാം. ചിപ്സെറ്റിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ തന്നെ ഇപ്രാവശ്യം ആപ്പിൾ 12GB RAM കൊടുക്കുന്നുണ്ട്. അത് എന്തായാലും നമുക്ക് പ്രോ മാക്സ് പ്രോ ഡിവൈസിലായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു കാര്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേപ്പർ ചാമ്പിങ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നൊരു കൂളിംഗ് സിസ്റ്റം ആപ്പിൾ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു ഡിവൈസിന് കുറച്ചുകൂടെ തിക്നെസ് കമ്പാരിറ്റീവ്ലി മുമ്പുള്ള ഡിവൈസുകളേക്കാൾ കുറച്ചുകൂടി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ ലീക്സ് ആൻഡ് റൂമേഴ്സിൽ പറയാനൊരു കാരണം. സോ ആ ഒരു കാര്യമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഡിവൈസിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം പറയാം. അതും വിചാരിച്ച് ഇപ്പോൾ ഉള്ള ഡിവൈസുകൾ മോശം എന്നല്ല. ഇപ്പോഴും ഐഫോൺ 12ഉം 11 ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് വരാൻ പോകുന്ന സീരീസ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് മാസീവ് എന്നല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല രീതിയിലായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ആപ്പിൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 8GB RAM നമുക്ക് എന്തായാലും ബേസ് മോഡൽസിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു ചേഞ്ച് ആ ഒരു ഡിഫറൻസ് ആപ്പിൾ എന്തായാലും കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലീക്സ് ആൻഡ് റൂമേഴ്സുള്ളൊരു കാര്യമാണ്, ഫുള്ളി കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളല്ല. കൺഫേംഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിവൈസ് സെപ്റ്റംബർ 9th ലോഞ്ച് ആവുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടി നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കൺഫേം ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റുക. ഇതിൽ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ എയർ എന്ന് പറയുന്ന മോഡലാണ്. 6.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയും അതേപോലെ തന്നെ 5.5 mm തിക്നെസ്സും വരുന്ന ഒരു ഡിവൈസ് ആയിരിക്കും. സോ ഈ ഒരു ഡിവൈസ് എന്തായാലും നമുക്ക് പുതുതായിട്ട് വരുന്ന ഒരു ഡിവൈസാണ്. നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസ് ലോഞ്ച് ആകുന്ന സമയത്ത് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഈ ഒരു ലീക്സ് ആൻഡ് റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇതെൻ്റെ ഒരു വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു 17 പ്രോ മാക്സ് സീരീസിൽ കുറച്ചധികം കളേഴ്സും കാര്യങ്ങളൊക്കെ ആപ്പിൾ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ ചേഞ്ച് ആയതിൽ പേഴ്സണലി എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആ ഒരു ക്യാമറ ബമ്പ് ഇതിന് മുമ്പുള്ള ഡിവൈസിൻ്റെ ആ ഒരു 16 പ്രോ മാക്സ് ഡിവൈസിൻ്റെ ആണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് എന്നാലും ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വരാൻ പോകുന്ന സീരീസ് തന്നെയാണ് 17 സീരീസ്. നമുക്ക് എന്തായാലും ഡിവൈസ് ലോഞ്ച് ആയിട്ട് റിയൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് നല്ല ടെക്കി വീഡിയോസൊക്കെ ആ ഒരു ഡിവൈസ് ലോഞ്ച് ആകുന്ന സമയത്ത് തന്നെ ടെക്കി ചാനൽസൊക്കെ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനൽസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതെൻ്റെ റെഫറൻസിൽ നിന്നും അതേപോലെ തന്നെ ഞാൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വെച്ച് ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലത്തെ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഡിവൈസ് ലോഞ്ചായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നമുക്ക് നോക്കാം, നമുക്ക് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം.